ഇടുക്കി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാതകളിൽ സ്ഥാപിച്ച ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനരഹിതം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാഗമണിലേക്ക് പ്രവേശിക്കുന്ന റോഡുകളിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരുന്നത്. ഇവയുടെ പ്രവർത്തനം നിലച്ചതോടെ വാഗമണിൽ മാലിന്യ നിക്ഷേപം കൂടിയിട്ടുണ്ട്. വാഗമണ്ണിലേക്ക് സഞ്ചാരികൾ എത്തുന്ന പ്രധാന പാതകളിൽ 5ഇടങ്ങളിലാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചത്. സഞ്ചാരികൾ ഉപേക്ഷിക്കാൻ സാധ്യതയുള്ള ജൈവ അജൈവ മാലിന്യം ശേഖരിക്കാനും ഹരിതചട്ടം സംബന്ധിച്ച് നിർദ്ദേശം നൽകാനും ഓരോ ചെക്ക് പോസ്റ്റിലും ഹരിതകർമ്മ സേനാംഗങ്ങളെയും നിയോഗിച്ചിരുന്നു. സഞ്ചാരികളിൽ നിന്ന് ചെറിയ തുകയും ഈടാക്കിയായിരുന്നു ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം. 4-5 വർഷം മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ കാഴ്ചവെച്ചത്. എന്നാൽ ഏതാനും മാസങ്ങളായി ചെക്ക് പോസ്റ്റ് അനാഥമാണ്. മാലിന്യം തള്ളുന്നത് നിയന്ത്രിക്കാനും ആരുമില്ലാതായി. ഇതോടെ വാഗമണിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം മാലിന്യപൂരിതമാണ്. വിനോദസഞ്ചാര മേഖലയായ വാഗമണിൽ 5 ഹരിത ചെക്ക് പോസ്റ്റാണുള്ളത്. ഈ 5 പ്രവർത്തനം ഇപ്പം നിലച്ചിരിക്കുകയാണ്. ഏലപ്പാറ പഞ്ചായത്തിലെ ഹരിതസേനയുടെ പ്രവർത്തനം കൊണ്ട് 5 ചെക്ക് പോസ്റ്റിന് ഹരിതസേന നിർത്തിവെച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വിനോദസഞ്ചാര മേഖല വാഗമണിൽ ഒരുപാട് മാലിന്യങ്ങളാണ് കുമ്മുകൂടി കിടക്കുന്നത്. നിലവിലെ വീണ്ടും ഇത് പുനഃസ്ഥാപിക്കുമെന്നാണ് പഞ്ചായത്ത് അറിയിച്ചിരിക്കുന്നെങ്കിലും വിനോദസഞ്ചാര മേഖലയിൽ ഒരുപാട് മാലിന്യങ്ങൾ കുമ്മുകൂടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ജൈവ വൈവിധ്യം കൊണ്ട് ലോകപ്രശസ്തമായ വാഗമണിലേക്ക് ഓരോ ദിവസവും വിദേശികൾ ഉൾപ്പെടെ നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. വാഗമണ്ണിനെ മാലിന്യമുക്തമാക്കി സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിന് ഇത് കാരണമാകും. ഇക്കാര്യത്തിൽ DTPCയുടെ ഇടപെടലും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ജനം, ഇടുക്കി.